നരഭോജി ചെന്നായ്ക്കളുടെ ഭീതിയിലാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിൽ ആക്രമണം വ്യാപകമാവുകയാണ്. ഇന്നലെ രാത്രി 11 വയസ്സുകാരിയായിരുന്നു ചെന്നായ ആക്രമിച്ചത്. ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. 2 മാസത്തിനിടെ 8 കുട്ടികളടക്കം 9 പേരെയാണ് നരഭോജി ചെന്നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വീടിനുള്ളിൽ അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞും ഇതിൽപ്പെടുന്നു. ഭാഗികമായി ഭക്ഷിച്ച നിലയിലാണ് ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഘമായി എത്തി ഗ്രാമവാസികളെ ആക്രമിച്ച 6-ൽ 5 ചെന്നായ്ക്കളെയും കഴിഞ്ഞ പല ദിവസങ്ങളിലായി വനംവകുപ്പ് വലയിലാക്കിയിരുന്നു. എന്നാൽ പിടിയിലാകാത്ത ആ ഒരു ചെന്നായുടെ ആക്രമണം തുടരുകയാണ്. സംഭവം നാട്ടുകാരിൽ വലിയ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് മാസം മുതലാണ് ബഹ്റൈച്ചിൽ ചെന്നായുടെ ആക്രമണം ആരംഭിച്ചത്. ജൂലൈ 17 ശേഷം ഇത് വീണ്ടും വർദ്ധിച്ചു. ആക്രമണത്തിൽ 36 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് കണക്കുകൾ. ചെന്നായ്ക്കളുടെ ആക്രമണം കടുത്തതോടെ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നടക്കുന്നു. നരഭോജി ചെന്നായ്ക്കളെ പിടികൂടാൻ ഓപ്പറേഷൻ ഭേഡിയ എന്ന പേരിൽ വനംവകുപ്പും ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് സംയുക്തമായി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. രാത്രി പെട്രോളിംഗ് അടക്കം നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് 5 നരഭോജി ചെന്നായ്ക്കളെ പിടികൂടിയതും. തെരച്ചിലിന് ഡ്രോണുകളും ഉപയോഗിച്ചു വരുന്നുണ്ട്. ചെന്നായ്ക്കൾ തുടർച്ചയായി വാസസ്ഥലം മാറുന്നതാണ് പ്രധാന വെല്ലുവിളി. ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെന്നായ്ക്കൾ വ്യത്യസ്തരാണ്. വേഗതയും ബുദ്ധിയും ഉണ്ട് അവർക്ക്. അവരുടെ രീതി പഠിച്ചു വേണം പരിഹാരം കണ്ടെത്താനെന്ന് മുൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും 1996 ദൗത്യത്തിലെ അംഗവുമായ VK സിംഗ് വ്യക്തമാക്കുന്നു. മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികാരം ചെയ്യാനുള്ള പ്രവണത ചെന്നായ്ക്കൾക്ക് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലെ പ്രതികാരമാണോ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അതിന് കാരണമുണ്ട്. 1996 പ്രതാപ്ഗഡിലും സമീപ ജില്ലകളായ സുൽത്താൻപൂർ, ജൗൻപൂർ എന്നിവിടങ്ങളിലായി 60-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ചില കുട്ടികൾ മേഖലയിലെ 2 ചെന്നായ് കുട്ടികളെ കൊന്നതിന് പിന്നാലെയായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ചെന്നായ്ക്കളെ പിടികൂടാൻ പ്രത്യേക ദൗത്യമൊക്കെ അന്ന് തുടങ്ങിയെങ്കിലും ആക്രമണങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചില്ല. അന്ന് ചെന്നായ്ക്കളുടെ പിന്നാലെ അന്വേഷിച്ചെന്നപ്പോൾ ചില കുട്ടികൾ ഒരു മാളത്തിൽ 2 ചെന്നായ് കുട്ടികളെ കൊന്നതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ചെന്നായ് കുട്ടികളുടെ മാതാപിതാക്കൾ വളരെ അക്രമാസക്തരായി പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങിയായിരുന്നു. വനംവകുപ്പ് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചാരണം നടത്തുകയും ചില ചെന്നായ്ക്കളെ പിടികൂടുകയും ചെയ്തു. പക്ഷേ കാടിളക്കെയുള്ള വലിയ തോതിലുള്ള വേട്ടയാടൽ ഉണ്ടായിട്ടും നരഭോജി ചെന്നായ്ക്കൾ പിടികൊടുത്തില്ല. ഒടുവിൽ ആ നരഭോജികളെ തിരിച്ചറിഞ്ഞ് 2 വെടിവെച്ചു കൊന്നു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ 2 ചെന്നായ്ക്കുട്ടികൾ ട്രാക്ടറിന്റെ ചക്രത്തിനടിയിൽ ചതഞ്ഞെറിഞ്ഞ് ചത്തിരുന്നു. ഇതിന്റെ ഫലമായിരിക്കാം ഈ ആക്രമണങ്ങൾ. ചെന്നായ്ക്കൾ പ്രദേശവാസികളെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ അവരിൽ ചിലവയെ പിടികൂടി 40 കിലോമീറ്റർ അകലെയുള്ള ചക്കിയ വനത്തിൽ വിട്ടയച്ചു. പക്ഷേ ചെന്നായ്ക്കളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമായിരുന്നില്ല ആ വനം. അതേ ചെന്നായ്ക്കൾ തിരിച്ചു വന്ന് ഈ പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. ചെന്നായ് ആക്രമണം രൂക്ഷമായതോടെ ജില്ലയിലെ 30ഓളം ഗ്രാമങ്ങൾ നിശ്ചലമായ അവസ്ഥയിലാണ്. നാട്ടുകാർ ജോലിക്കോ കുട്ടികൾ സ്കൂളിലോ പോകുന്നില്ല. ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും ജാഗ്രത പാലിക്കാനുമാണ് നിർദ്ദേശം. ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ബഹ്റൈച്ചിലെ മഹസി താലൂക്കിനെ സംസ്ഥാന സർക്കാർ വന്യജീവി ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യ മൃഗസംഘർഷമുള്ള മേഖലയെന്ന് വിലയിരുത്തിയാണ് സർക്കാർ നടപടി. ഫിഷറീസ് മന്ത്രി സഞ്ജയ് കുമാർ നിഷാദാണ് ഇക്കാര്യം അറിയിച്ചത്. വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മേഖലയെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചതും. പ്രദേശത്തെ വന്യജീവി ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഇരകൾക്ക് അതിവേഗം സഹായം ലഭ്യമാകുമെന്നാണ് സഞ്ജയ് കുമാർ നിഷാദ് പറയുന്നത്. വന്യജീവി ദുരന്തബാധിത മേഖലകളിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് നിയമത്തിന്റെ സങ്കീർണമായ നൂലാമാലകളൊന്നും തന്നെയില്ല. അതുമാത്രമല്ല, മനുഷ്യർക്ക് ഭീഷണിയാകുന്ന വന്യജീവികൾക്കെതിരെ അതിവേഗം നടപടി സ്വീകരിക്കുന്നതിനുള്ള സാധ്യതകളും ഈ നിയമത്തിലുണ്ട്. ഫണ്ട് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും.